എൻ സ്വന്തമല്ലയോ, നീ എൻ ജീവനേക്കാൾ വലുതാ. നീ എൻ സ്വന്തം അല്ലയോ, നീ എൻ ജീവനേക്കാൾ വലുതാ. നീരൻ സ്വന്തം അല്ലവാ, നീരൻ ഉயிருക്കുള്ളുയിരല്ലവാ. നീരൻ സ്വന്തം അല്ലവാ, നീരൻ ഉயிருക്കുള്ളുയിരല്ലവാ. ജീവനേ എൻ ജീവനേ എൻ പ്രാണനേ എൻ സ്വന്തമേ. 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 യേശുവേ അങ്ങേ വാഴ്ത്താം വാക്കുകൾ ഇല്ലവേ. യേശുവേ അങ്ങേ വാഴ്ത്താം വാക്കുകൾ ഇല്ലവേ ഇല്ല. ഉയിരേ ഉയിരേ എന്നഴകേ എന്നമൃതേ. ഉയിരേ ഉയിരേ എന്നഴകേ എന്നമൃതേ. എന്നഴകേ എന്നമൃതേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്നരുളി ചെയ്യും. ആമേൻ. പലപ്പോഴും നമ്മൾ കണ്ടേക്കുന്നത് ഒരു വീട്ടില് ഒന്നെങ്കിൽ ഭർത്താവിനോടായിരിക്കും ദൈവം ഇടപെടുന്നത്, വേറെ ആരോടും ദൈവം ഇടപെടത്തില്ലായിരിക്കും. ചിലപ്പോൾ പറയും ദൈവത്തിന് നിങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച്, ദൈവം അബ്രഹാമിനെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, സ്തോത്രം, സാറായിയെയും അനുഗ്രഹിക്കുകയാണ്. സാറായിയോടും ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ഇവിടെ പറയുമ്പോൾ എടുത്തു പറയുക, നിനക്കും വാഗ്ദത്തമുണ്ട്. ആമേൻ. അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ചെയ്യും. രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും. യെസ്, നിങ്ങളുടെ വീട്ടില് വേറെ ആരോടും മാത്രമല്ല ദൈവത്തിൻ്റെ ഇടപെടൽ, നിങ്ങളോട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ശക്തരായി ദൈവം ഉപയോഗിക്കുന്നവർ കാണും. പക്ഷേ അതുകൊണ്ട് നിങ്ങളെ ദൈവം അവഗണിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളും കർത്താവിന് വളരെ വിലയേറിയവരാണ്. ഹല്ലേലൂയ. നിന്നോടും നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും ദൈവം ഇടപെടും. അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു, സാറായോട് ദൈവം ഇടപെട്ടു, സാറയുടെ വീട്ടിൽ നിന്ന് ഹാഗാറിനോട് ദൈവം ഇടപെട്ടു. ഓ ഹല്ലേലൂയ. ഇശ്മായേലിനോട് ഇടപെട്ടു, സഹാക്കിനോട് ഇടപെട്ടു. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും ദൈവം സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോടും ദൈവം സംസാരിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിലുള്ളവരെ എല്ലാവരോടും സംസാരിച്ച് ദർശനത്തെയും വാഗ്ദത്തത്തെയും ഒത്തിരി സ്പീഡാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരാൾ തന്നെ തുഴയുകയല്ല, അതിനകത്തുള്ള എല്ലാവരും ഒരുമിച്ച് തുഴഞ്ഞ് അതൊരു പാട്ടായി, അതൊരു ആനന്ദമായി വാഗ്ദത്തത്തിലേക്ക് നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വഞ്ചി ഒരാൾ തന്നെ തുഴയുമ്പോൾ അത് വളരെ പോരാട്ടമായിരിക്കും. എന്നാൽ അത് മുഴുവൻ പേരും അതിനകത്തുള്ളവർ തുഴയുകയാണെങ്കിൽ സ്പീഡും കൂടും, ആനന്ദവുമാണ്. ആമേൻ. അതൊരു നല്ല
ഗെയിമായി മാറും. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതം പോരാട്ടങ്ങളുടെ കാലം മാറി ഒരാനന്ദത്തിൻ്റെ കാലമാകാൻ പോവുക. നിങ്ങളുടെ ദർശനങ്ങൾ, സ്വപ്നങ്ങളെല്ലാം എല്ലാവരുടെ മേലും ദൈവം നിവർത്തിക്കാൻ പോവുകയാണ്. അബ്രഹാമേ, നിന്നോട് മാത്രമല്ല, സാറ, നിന്നോട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. നിന്റെയും പേര് മാറ്റും, നിന്റെയും ചരിത്രം മാറ്റും. നിന്നെയും അനേകർ മാതാവേ എന്ന് വിളിക്കും. നിന്നെയും അനേകർക്ക് പ്രശംസ വിഷയമാക്കും. നീയും ഒരനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും വിലയേറിയവരാണ് കേട്ടോ ദൈവത്തിന്. നിങ്ങൾ വലിയ പ്രാസംഗികരോ ശുശ്രൂഷകരോ ഒന്നും അല്ലായിരിക്കും, നിങ്ങൾ ഒത്തിരി വിലയേറിയവരാണ്. സാറായോട് ഇടപെട്ട അതേ ദൈവം നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങളിൽ നിന്നും ചിലത് ഉത്ഭവിക്കാൻ പോവുകയാണ്. രാജാക്കൾ ഉത്ഭവിക്കാൻ പോവുകയാണ്. ജാതികൾ ഉത്ഭവിക്കാൻ പോവുകയാണ്. വലിയ വിലയേറിയ ചിലത് നിങ്ങളിൽ നിന്നും പുറത്തു വരുന്നുവെന്ന് കർത്താവ് പറയുന്നു. ദൈവം നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളെ കുടുംബമായി സ്നേഹിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൽ എല്ലാവരെയും കർത്താവെ അങ്ങ് എൻകൗണ്ടറുകൾ നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരിൽ നിന്ന് ചിലത് ഉത്ഭവിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ചില വാഗ്ദത്തങ്ങൾ അവരിൽ നിന്ന് കർത്താവെ ഉളവാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവത്തിന് വേണ്ടവരായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം സംസാരിക്കാൻ പോകുന്നതിനായി നന്ദി. എല്ലാവർക്കും ദൈവശബ്ദം കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. എല്ലാവരിൽ നിന്നും വലിയത് കർത്താവ് പുറത്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവർ ഒരു അനുഗ്രഹത്തിൻ്റെ പാത്രമാകാൻ പോകുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, എന്നോട് ഇതുവരെ ദൈവം മിണ്ടുന്നില്ല എന്ന് പറയുന്നവരോട് ഈ ദിനങ്ങളിൽ മിണ്ടി തുടങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവശബ്ദങ്ങൾ കേട്ട് തുടങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചരിത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ബിസിനസ്, അവരുടെ ജോലി, അവരുടെ വരുമാന മാർഗം, അവരുടെ പഠനം, അവരുടെ എല്ലാ പ്രൊവിഷൻ, അവൻ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.